ഡെത്ത് സ്റ്റാർ നിന്നുള്ള ഭീമാകാരമായ സീജ് പീരങ്കിയാണിത്. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ ആയുധങ്ങളിലൊന്ന്. ഇതിന്റെ അപകടം മനസ്സിലാക്കിയ പ്രതിരോധ സേനാംഗങ്ങൾ കോട്ടയ്ക്കുള്ളിലേക്ക് പിൻവാങ്ങുന്നു. എന്നാൽ അവിടുത്തെ ഉരുക്കുവാതിലിന് പോലും ഇത്രയും മാരകമായ ഒരാക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല. സൂപ്പർ ലേസർ പൂർണ്ണമായി ചാർജ് ചെയ്താൽ ആ ഖനിപ്രദേശം മുഴുവൻ നശിപ്പിക്കപ്പെടും. മരണത്തിനായി കാത്തിരിക്കുന്നതിന് പകരം അവർ ആദ്യം ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. പീരങ്കി ചാർജ് ആകുന്നതിനു മുൻപ് അത് നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. സൈനികർ എല്ലാവരും സജ്ജരാകുന്നു. അവർ ട്രെഞ്ചുകളിലേക്ക് പ്രവേശിക്കുന്നു. ആകാശസേന ആ മാരകായുധത്തിന് നേരെ കുതിക്കുന്നു. പ്രതിരോധ സേനയുടെ നിലനിൽപ്പ് തന്നെ ഈ പോരാട്ടത്തെ ആശ്രയിച്ചിരിക്കും. പീരങ്കി പൂർണ്ണമായി ചാർജ് ആകാൻ പോകുന്നതിനാൽ ഇത് അവരുടെ അവസാന അവസരമായിരിക്കാം. ഒരു സൈനികൻ തന്റെ ഹെഡ്സെറ്റ് മാറ്റി ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് പീരങ്കി നശിപ്പിക്കാനായി സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. ആ നിമിഷം തന്നെ പീരങ്കി ഉരുക്കുവാതിലിനു നേരെ വെടിയുതിർക്കുന്നു. കൈലോ റെൻ കോട്ടയ്ക്കുള്ളിൽ കടന്ന് എല്ലാവരെയും വധിക്കാൻ ഉത്തരവിടുന്നു. എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുകപടലങ്ങൾക്കിടയിലൂടെ ഒരാൾ പുറത്തുവരുന്നു. അത് അവസാന ലൂക്കാണ്. കൈലോ ഉടൻ തന്നെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തിനു നേരെ വെടിയുതിർക്കാൻ കൽപ്പിക്കുന്നു. തുടർച്ചയായ ബോംബാക്രമണം കുറേ നേരം നീണ്ടുനിൽക്കുന്നു. ഒടുവിൽ കൈലോയുടെ ലഫ്റ്റനന്റ് അത് നിർത്താൻ ആവശ്യപ്പെടുന്നു. എല്ലാം അവസാനിച്ചുവെന്ന് അവർ കരുതുന്നു. എന്നാൽ പുക മാറുമ്പോൾ ആ മനുഷ്യൻ യാതൊരു പരിക്കുമേൽക്കാതെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു.